ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തോരൻ ഉണ്ടാക്കാൻ ചേമ്പും തണ്ടും മൂക്കാത്ത ഇലയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് കഴുകി കൊണ്ടുവരാം. അങ്ങനെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. കഴുകി ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് ഞാൻ തുടച്ചതാണ്. തുടച്ചത് എന്ന് വെച്ചാൽ എൻ്റെ കൈയൊക്കെ ചൊറിയും. ഇനി നമുക്കിത് ഈ നാരൊന്ന് പറിച്ച് കളയാം. ചേമ്പും താളും ചേനയൊക്കെ തൊട്ട് എൻ്റെ കൈ ചൊറിയും. അതാണ് ഞാൻ കൈക്ക് തുടക്കുന്നത്. നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഈ മഴക്കാലത്തൊക്കെ കുറേ ഉണ്ടാവുമല്ലോ, പറമ്പത്തൊക്കെ ഒന്ന് പറിച്ച് തോരൻ വെച്ച് നോക്കൂ. നല്ലതാണ്, ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ വയറ്റിന് നല്ലതാണ്. ഇതിപ്പോൾ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായും കുഞ്ഞായി ഒന്ന് മുറിച്ച് അരിഞ്ഞിടാം. നമുക്ക് ചേമ്പിൻ്റെ തണ്ട് ഒന്ന് ചെറുതായി അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അരിയേണ്ടത് ഈ ചപ്പാണ്. ഇതിൻ്റെ ഇല, മൂക്കാത്ത ഇല ചെറുതായി ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമുക്ക് ഇലയും കൂടി ചെറുതായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലും കൂടി വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളി മുറിച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് തേങ്ങയാണ്. വറവിന് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ളത് ചതച്ച കാന്താരിയാണ്. അത് മൂന്നും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചതച്ചെടുക്കാം, മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഞാനിങ്ങനെ ഇപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ വറവിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തേങ്ങ വറവിലേക്ക് ഇട്ട് കൊടുക്കാം. വറവിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇനി നമ്മൾ വറവൊന്ന് വെന്താൻ നോക്കാം. ഒരു 5 മിനിറ്റ് ആയി ഇത് വെച്ചിട്ട്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. അങ്ങനെ നമ്മൾ എളുപ്പമായ ചേമ്പിൻ തണ്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിന് ഹെൽത്തിയാണ്, നാച്ചുറലാണ്. ഒന്ന് വീട്ടിലുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഇതുപോലത്തെ നാടൻ റെസിപ്പി ഇനിയും പ്രതീക്ഷിക്കുന്നതാണ്. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ബൈ.